നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. സോ നമുക്ക് ആദ്യമായി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് പാരഡൈം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് മെത്തഡോളജിയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിൽ നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റുകളായിരിക്കും. സോ നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിക്കുന്നതാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 6 കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലാസ്, ഒബ്ജക്റ്റ്, അതുപോലെ എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഇവയെല്ലാം വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യമായി ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റുകളായ ക്ലാസ്, ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യമായി ക്ലാസ് എന്താണെന്നും ഒബ്ജക്റ്റ് എന്താണെന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ 4 കൺസെപ്റ്റുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എന്തിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ഈ 4 കൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തതായി ഒബ്ജക്റ്റ് എന്നാൽ എന്താണെന്നും അതുപോലെ ക്ലാസ് എന്നാൽ എന്താണെന്ന് നോക്കാം. ബൈ ഡെഫിനിഷൻ ക്ലാസ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ഫോർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നാണ്. അതുപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് എ ക്ലാസ് എന്നാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ഉദാഹരണമായി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും ഒബ്ജക്റ്റാണ്. ഉദാഹരണമായി നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ, അതുപോലെ ലാപ്ടോപ്പ്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ, അതുപോലെ നമ്മൾ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന കാർ, അതുപോലെ ഓട്ടോറിക്ഷ, അതുപോലെ ബസ്, ഇവയെല്ലാം ഒരു ഒബ്ജക്റ്റുകളാണ്. സോ നമുക്ക് ചുറ്റുഭാഗത്തും കാണുന്ന ഏതൊരു വസ്തുവും ഒരു ഒബ്ജക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് എന്നാൽ എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ക്ലാസ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരേ തരത്തിലുള്ള ഒബ്ജക്റ്റുകളുടെ ഒരു കൂട്ടമാണ് ക്ലാസ്. ഉദാഹരണമായി നമ്മളിവിടെ കാണുന്ന സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ടെലിവിഷൻ, ഇവയെല്ലാം ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ താഴെ കാണുന്ന കാർ, ഓട്ടോറിക്ഷ, ബസ് എന്നിവയെല്ലാം വെഹിക്കിൾസ് അഥവാ വാഹനങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. സോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുഭാഗത്തും കാണുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് ഒബ്ജക്റ്റായി കണക്കാക്കാം. ഒരേ തരത്തിലുള്ള ഒബ്ജക്റ്റുകളുടെ ഒരു കൂട്ടത്തെ നമുക്ക് ക്ലാസ് ആയി കണക്കാക്കാം. സോ നിങ്ങൾക്ക് ഇതിലൂടെ ഒബ്ജക്റ്റ് എന്നാൽ എന്താണെന്നും ക്ലാസ് എന്നാൽ എന്താണെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണമായി ഞാനിവിടെ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു. സോ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. സോ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ്. ഉദാഹരണമായി ഇതിൻ്റെ മേക്ക്, അതായത് ഈ ഒരു ഫോൺ ഏത് കമ്പനി നിർമ്മിച്ചാണ്, അതുപോലെ ഇതിൻ്റെ മോഡൽ നെയിം, പ്രൈസ്, അതുപോലെ ഇതിൻ്റെ കളർ, സ്ക്രീൻ സൈസ്, മെമ്മറി സൈസ്, ഇവയെല്ലാം ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ്. സോ അതുപോലെ ഒരു ഒബ്ജക്റ്റിന് മെത്തേഡ്സ് ഉണ്ടായിരിക്കും, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും, അതുപോലെ കോൾ ഡിസ്കണക്ട് ചെയ്യാം, അതുപോലെ പിക്ചർ എടുക്കാം, വീഡിയോ എടുക്കാം, നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ഫോൺ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അത്തരം ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രവൃത്തികളെ നമുക്ക് മെത്തേഡ്സ് അഥവാ ഫങ്ഷൻസ് എന്നും വിളിക്കാം. സോ ഒരു ഒബ്ജക്റ്റിന് പ്രധാനമായും ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. സോ ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾസ് ആയി ഡിക്ലെയർ ചെയ്യുന്നത് ഈ ആട്രിബ്യൂട്ട്സ് ആണ്. അതുപോലെ മെത്തേഡ്സിനെ നമ്മൾ മെത്തേഡ്സ് ആയി അഥവാ ഫംഗ്ഷനായി നമ്മുടെ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യുന്നു. ഇതാണ് ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം 2 ഒബ്ജക്റ്റുകൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ആപ്പിൾ, അതുപോലെ സാംസങ് എന്ന് പറയുന്ന 2 ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ മോഡൽ നെയിം കൊടുക്കുന്നു, അതുപോലെ അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നു. സോ ഇതാണ് നമ്മുടെ സാമ്പിൾ പ്രോഗ്രാം. സോ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ആദ്യമായി. സോ നമ്മളിവിടെ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ് നെയിം, സോ ഞാൻ സ്മാർട്ട് ഫോൺ എന്നായിരുന്നു നമ്മുടെ ക്ലാസ് നെയിം, സ്മാർട്ട് ഫോൺ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ക്ലാസിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ആക്സസ് സ്പെസിഫയർ ആണ് കൊടുക്കുന്നത്. സോ നമ്മുടെ വേരിയബിൾസ്, നമ്മളിതിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസും മെത്തേഡും ഈ ക്ലാസ്സിന് പുറത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. സോ നമുക്ക് ക്ലാസ്സിന് പുറത്ത് നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളത് പബ്ലിക് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സോ പബ്ലിക്. അതിനുശേഷം ആദ്യമായി നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് വേണ്ട 2 വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ നെയിം, ഫോണിൻ്റെ മോഡൽ നെയിം സ്റ്റോർ ചെയ്യണം, അതുപോലെ ഫോണിൻ്റെ പ്രൈസ് സ്റ്റോർ ചെയ്യണം. സോ നമ്മൾ ഡാറ്റ ഏതാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ആദ്യം മോഡൽ നെയിമാണ്, അത് സ്ട്രിങ് ആണ്. സോ ഞാനിവിടെ ഒരു സ്ട്രിങ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ പേര് നമ്മൾ മോഡൽ നെയിം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം വരുന്നത് പ്രൈസ് ആണ്. പ്രൈസ് നമ്പറാണ്. സോ നമ്മളിവിടെ ഇൻറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി കൊടുക്കും. സോ ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു.
അതിനുശേഷം രണ്ട് വേരിയബിൾ മോഡൽ നെയിം പ്രൈസ് ഇവ രണ്ടും സ്റ്റോർ ചെയ്യുന്നതിനുള്ള രണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷനിലോട്ട് വരാം. സോ മെയിൻ ഫംഗ്ഷനിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ക്ലാസ് നെയിം കൊടുക്കുക സ്മാർട്ട് ഫോൺ, അതിനുശേഷം സ്പേസ് കൊടുത്ത ശേഷം ഒബ്ജക്റ്റ് നെയിം കൊടുക്കുക. ഞാനിവിടെ ഫോൺ 1 എന്ന് കൊടുക്കുന്നു. ഫോൺ 1 എന്ന് കൊടുത്ത ശേഷം അതുപോലെ സെമിക്കോളൻ കൊടുക്കുക. സോ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ കൺസ്ട്രക്ടർ എന്നും വിളിക്കുന്നു. സോ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി കൺസ്ട്രക്ടറും ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പ്രത്യേകമായിട്ടും നമുക്ക് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് നമ്മുടെ ക്ലാസ് നെയിം, അതുപോലെ ഇത് നമ്മുടെ ഒബ്ജക്റ്റ് നെയിം ഫോൺ 1. സോ നമുക്ക് രണ്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ കോമ കൊടുത്ത ശേഷം ഫോൺ 2 എന്ന് കൂടി കൊടുക്കുന്നു. സോ നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. സോ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാം. ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ നമുക്ക് ഫോൺ 1 ഡോട്ട് മോഡൽ നെയിം. സോ നമുക്ക് ആപ്പിളാണ് ആദ്യത്തെ ഫോൺ, ആപ്പിൾ എന്ന് കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ പ്രൈസ് ഫോൺ 1, അതുപോലെ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പ്രൈസ് ഞാനൊരു 20,000 കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ മോഡൽ നെയിമും പ്രൈസും കൊടുത്തു. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ കൊടുക്കാം ഫോൺ 2 ഡോട്ട് മോഡൽ നെയിം ഈക്വൽ ടു സാംസങ്, അതുപോലെ ഫോൺ 2 ഡോട്ട് പ്രൈസ് നമ്മൾ 10,000 കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫോൺ 1 ഫോൺ 2. അതിലോട്ട് അതിൻ്റെ ഡാറ്റയും നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ സി ഔട്ട് ഫോൺ 1 ഡോട്ട് മോഡൽ നെയിം എൻ്റെ ലൈൻ, അതുപോലെ നമുക്ക് പ്രൈസും കൊടുക്കാം സി ഔട്ട് ഫോൺ 1 പ്രൈസ് ഫോൺ 1 ഡോട്ട് പ്രൈസ്. സോ ഇപ്പോൾ നമ്മൾ ഫോൺ 1ൻ്റെ ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോൺ 1 ആപ്പിൾ, ഫോൺ 1 പ്രൈസ് 20,000 നമ്മൾ കൊടുത്ത പോലെ തന്നെ നമുക്ക് ലഭിച്ചു. ഇനി അതുപോലെ നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി പ്രിൻ്റ് ചെയ്യാം. സോ നമ്മളത് കോപ്പി ചെയ്ത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഫോൺ 1 എന്നുള്ളിടത്ത് നമ്മൾ ഫോൺ 2 എന്ന് കൊടുക്കുന്നു. അതുപോലെ വേരിയബിളിൻ്റെ ഭാഗത്ത് നമ്മൾ ഫോൺ 2 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്ലാസ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൽ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, മോഡൽ നെയിം പ്രൈസ്. പിന്നെ നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ വന്ന ശേഷം രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഫോൺ 1 ഫോൺ 2. ആ ഫോൺ 1 ഫോൺ 2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ മോഡൽ നെയിം പ്രൈസ് എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ ഇവിടുന്ന് ആക്സസ് ചെയ്തു, അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രിൻറ്റ് ചെയ്തു. സോ നമുക്ക് ഇനി റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കും. ഫോൺ 1 ആപ്പിൾ, ഫോൺ 1 പ്രൈസ് 20,000, അതുപോലെ ഫോൺ 2 സാംസങ്, ഫോൺ 2 പ്രൈസ് 10,000. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാനും അസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഇനി നമുക്കൊരു ക്ലാസ് മെത്തേഡ്, നമ്മളിവിടെ മെത്തേഡ് കൊടുത്തിട്ടില്ലായിരുന്നു, നമുക്കൊരു ക്ലാസ്സിനുള്ളിലൊരു മെത്തേഡ് കൊടുത്ത് അത് നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ എങ്ങനെ ആക്സസ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് മെയിൻ ഫംഗ്ഷനിൽ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ പബ്ലിക്കിന് താഴെ വന്ന ശേഷം നമ്മുടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത ശേഷം നമ്മളിവിടെ ഒരു വോയിഡ് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സോ നമ്മൾ സി ഔട്ട് നമ്മൾ മോഡൽ നെയിം, അതിനുശേഷം നമ്മൾ ഫോണിൻ്റെ മോഡൽ നെയിം കൊടുക്കുന്നു, മോഡൽ നെയിം. അതുപോലെ രണ്ടാമത്തേൽ നമ്മൾ സി ഔട്ട് പ്രൈസ് എന്ന് കൊടുക്കുന്നു, ശേഷം എൻ്റെ ലൈൻ. സോ നമ്മുടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമ്മുടെ ഫോണിൻ്റെ മോഡൽ നെയിമും അതുപോലെ പ്രൈസും ഷോ ചെയ്യുന്നതിനുള്ളൊരു ഫംഗ്ഷനാണ്. നമ്മളിനി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു പ്രിൻറ്റ് ചെയ്ത ഭാഗം, ഇതൊരു സംഭവമാണ് നമ്മൾ ആ ഫംഗ്ഷനിൽ ചെയ്തത്, ഈ ഒരു പ്രിൻറ്റ് ചെയ്ത ഭാഗം ഡിലീറ്റ് ചെയ്യുന്നു. സോ നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൺ 1 ഫോൺ 2 എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റിലോട്ട് നമ്മൾ രണ്ട് വാല്യൂസ് അസൈൻ ചെയ്തു. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒബ്ജക്റ്റ് നെയിം ഉപയോഗിച്ച് നമുക്ക് ഈ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. സോ ഞാനിവിടെ ഫോൺ 1 ഡോട്ട് ഷോ ഡീറ്റെയിൽസ്, അതിനുശേഷം ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യാം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡൽ നെയിം ആപ്പിൾ, പ്രൈസ് 20,000, അതായത് ഫോൺ 1ൻ്റെ ഡീറ്റെയിൽസ് ലഭിച്ചു. ഇനി നമുക്ക് ഫോൺ 2 കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ 2 ഷോ ഡീറ്റെയിൽസ്,
ഫോൺ 2 ഉപയോഗിച്ച് നമ്മൾ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു. സോ നമുക്ക് റൺ ചെയ്യാം. സോ ഫോൺ 1ൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ലഭിച്ചു, അതുപോലെ ഫോൺ 2ൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ലഭിച്ചു. സോ ഇത്തരത്തിൽ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു തവണ കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും, നമ്മളിവിടെ 2 ഒബ്ജക്റ്റ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്, നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വാല്യൂ ആക്സസ് ചെയ്യാനും അത് നമുക്ക് അതിലോട്ട് വാല്യൂസ് അസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് DRY എന്ന് പറയുന്നത്, അതായത് ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. നമ്മൾ ഒരു തവണ കോഡ് എഴുതിയാൽ നമുക്ക് ഒരുപാട് നമ്മുടെ പ്രോഗ്രാമിലുടനീളം നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ആ കോഡുകൾ വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബാക്കി അഡ്വാൻറ്റേജുകൾ നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നതും അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നതും. സോ ഇനി ഫോർ എക്സാമ്പിൾ എനിക്കിനിപ്പോൾ ഫോൺ 1ൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കുക. സോ ഞാനിവിടെ വന്നതിന് ശേഷം ഫോൺ 1 ഡോട്ട് പ്രൈസ് ആദ്യത്തെ 20,000 ആയിരുന്നു, ഞാനിവിടെ ഇനി 30,000 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോൺ 1 ഡോട്ട് ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. സോ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ, സോ ആദ്യത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആപ്പിൾ പ്രൈസ് 20,000, അതിനുശേഷം സാംസങ്. രണ്ടാമത് നമ്മൾ കോൾ ചെയ്തപ്പോൾ ആപ്പിൾ മോഡൽ നെയിം ആപ്പിൾ, അതിനുശേഷം പ്രൈസ് 30,000. സോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വാല്യൂ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ വാല്യൂ ആയിരിക്കും ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ കോൾ ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന ഈ 2 മെത്തേഡ് കൂടി നമ്മുടെ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ഈ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാമ്പിൾ ഫംഗ്ഷന് താഴെ വരുന്നു. അതിനുശേഷം നമ്മൾ വോയിഡ് കോൾ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു, സി ഔട്ട്. നമ്മൾ ഏത് ഫോണിൽ നിന്നാണ് കോൾ ചെയ്യുന്നത് എന്ന് അറിയണം. സോ നമ്മൾ ഫോൺ മോഡൽ നെയിം കൊടുക്കുന്നു. അതിനുശേഷം ഒരു 2 സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ കോളിംഗ് എന്ന് പറയുന്നൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ, കോൾ ഫംഗ്ഷൻ. അതുപോലെ ഞാൻ ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഈ കോൾ എന്ന് പറയുന്നതിൻ്റെ പേര് മാറ്റി ഞാൻ ഡിസ്കണക്റ്റ് എന്നാക്കുന്നു. ശേഷം ഞാൻ ഇവിടെ മെസ്സേജിൻ്റെ ഭാഗത്ത് വന്ന് ഈ മെസ്സേജ് എഡിറ്റ് ചെയ്യുന്നു, കോൾ ഡിസ്കണക്റ്റഡ്. സോ ഇനി നമുക്ക് ഈ 2 ഫംഗ്ഷനും നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആക്സസ് ചെയ്ത് നോക്കാം ഒബ്ജക്റ്റ് ഉപയോഗിച്ച്. സോ ഞാനിവിടെ തൽക്കാലം ഈ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോൺ 1 മോഡൽ നെയിം പ്രൈസ് കൊടുത്തിരുന്നു, ഫോൺ 2 മോഡൽ നെയിം പ്രൈസ് കൊടുത്തിരുന്നു. സോ ഇനി ഞാനിവിടെ ഫോൺ 1 ഡോട്ട് കോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം ഫോൺ 1 മോഡൽ നെയിം നമ്മൾ ആപ്പിൾ എന്നായിരുന്നു കൊടുത്തിരുന്നത്. സോ നമുക്കിവിടെ റിസൾട്ടായിട്ട് ആപ്പിൾ കാളിംഗ് എന്ന് കിട്ടുന്നു. അതുപോലെ ഞാനിവിടെ ഫോൺ 1 ഡിസ്കണക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ കോൾ ഡിസ്കണക്റ്റഡ് എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ഫോൺ 2 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചും ഈ 2 ഫംഗ്ഷൻസിനെ നമുക്ക് കോൾ ചെയ്ത് നോക്കാം. സോ ഫോൺ 2 ഡിസ്കണക്റ്റ്. സോ നമുക്കിവിടെ സാംസങ് കോൾ ഡിസ്കണക്റ്റഡ് എന്ന് ലഭിക്കുന്നു. അതുപോലെ ഫോൺ 2 കോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സാംസങ് കോളിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഡീറ്റെയിൽസ് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ആ ക്ലാസ്സിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വേരിയബിൾസും അതുപോലെ തന്നെ മെത്തേഡ്സും നമുക്ക് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് മെയിൻ ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.